പറ്റണ്ടേ, പറന്നു പോവാണ് നമ്മള്. പുള്ളിയുടെ മുടിയൊക്കെ കിടന്ന് അടിപൊളി വ്യൂ അല്ലേ, രക്ഷയില്ല. ഗംഭീര കാഴ്ചയാണ്. താഴെ കാണുന്നത് മൊത്തം തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ കാഴ്ചകൾ കാണുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ, രക്ഷയില്ല. ഇത്തരമുള്ള കയറ്റാണ്. ട്രാവൽ യോഗിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? നമ്മൾ ചതുരംഗപ്പാറയുടെ അടിവാരത്ത് നിൽക്കുകയാണ്. ഒരാളും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല നാടൻ ഏലക്ക, സ്വന്തം പറമ്പിൽ വളർത്തിയ ഏലക്ക. അരുൺ പി ജോസ് ഡ്രോണിന്റെ കാര്യം നേരത്തെ പറഞ്ഞ, നമുക്ക് പുള്ളിയെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, അത് കഴിഞ്ഞ എപ്പിസോഡിലാ. അപ്പം നമുക്ക് കൂടുതലായിട്ട് മാസ്ക് ഒക്കെ മാറ്റി മേളിൽ ചെന്നിട്ട് പരിചയപ്പെടാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചതുരംഗപ്പാറ അല്ലേ? ചതുരംഗപ്പാറ അല്ല, ഇപ്പൊ സ്ഥലം മാറ്റി. ഇപ്പൊ കാറ്റാടിപ്പാറയാണ്. കാറ്റാടിപ്പാടം. ഓക്കെ, രാമക്കൽമേടിനടുത്തുള്ള കാറ്റാടിപ്പാടം. അതിനെന്തെങ്കിലും പേരുണ്ടോ? കുരുവിക്കാനം. ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ, കുരുവിക്കാനം എന്നാണ് പേര്. കാറ്റ്, താഴെ ചെറിയ കോടയുണ്ട്, ചെറിയ ചാറ്റമഴയുണ്ട്. നല്ല കാറ്റാണ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പറന്നു പോകും. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഡ്രോണൊക്കെ പറത്തണമെന്ന് വിചാരിച്ചാ, പക്ഷെ എവിടെ ഡ്രോണൊന്നും പറത്താൻ പോയിട്ട് നമുക്ക് സ്ലിപ്പായി പോകട്ടോ. ഇതൊരു ജീപ്പൊക്കെ കയറാൻ നോക്കി, പക്ഷെ ടയർ ശകലം മോശമായതുകൊണ്ട് കയറുന്നില്ല. ഇപ്പം അങ്ങനെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. കാറ്റാടി മരം ഗംഭീരമാണ്. ബോട്ട് അടിപൊളി കേട്ടോ. നമ്മള് പറന്നു ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോവാണ്. ഇത്രയും നേരം രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ക്ലൈമറ്റ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയത്. ഈ കാറ്റ് കാരണം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാറ്റെന്ന് പറഞ്ഞ് നിക്കാൻ പറ്റണ്ടേ, പറന്നു പോവാണ് നമ്മള്. പുള്ളിയുടെ മുടിയൊക്കെ കിടന്ന് പറക്കുന്നതാണ്. എന്തായാലും വന്ന് നല്ലൊരു സ്ഥലം, പുതിയൊരു സ്ഥലം. അങ്ങനെ കോടയൊക്കെ കാരണം കുറച്ച് കാഴ്ച ഭംഗിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ ഒരു കുറച്ചു നേരം നല്ലൊരു വിഷ്വല് കിട്ടി. ആ ഒരു കളർ ടോൺ ഒക്കെ അടിപൊളിയായിരുന്നു. അതെ, പിന്നെ ക്യാമറയുടെ കുറച്ച് ബാലപാഠങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഡ്രോണിന്റെ കാര്യങ്ങള് കാറ്റ് കാരണം പറ്റിയില്ല, ബ്ലിങ്കിപ്പോയി. ഇനിയിപ്പം പക്ഷെ ഇദ്ദേഹത്തിനെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വലിയൊരു സംഭവം. ഒന്ന് കാണിക്കോ, മുഖം ഒന്ന് കാണിക്കോ? നിങ്ങളുടെ 360 വ്യൂ മാത്രമേ ആൾക്കാർ കാണാറുള്ളൂ. മുടിയൊന്നും ലുക്കിലല്ല, വർക്കിലാണ് സംഭവം. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കില് അരുൺ പി ജോസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബില് ഫ്രെയിമേരിയോ എന്ന് പറഞ്ഞ ചാനലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് കാണാം. അത് നിങ്ങൾ കാണേണ്ട ഒരു സംഗതിയാണ്. ജസ്റ്റ് കണ്ടു നോക്കുക.
ചെറിയ ചെറിയ വീഡിയോസാണ്, ചെറിയ ഡ്രോണിൽ എടുത്തിരിക്കുന്ന ഷോട്ടുകൾ, നല്ല ഷോട്ടുകളാണ്. അത് കാരണമാണ് ഞങ്ങൾ പുള്ളിയെ തേടി വന്നത്. ഇനിയിപ്പം നമുക്ക് ഡ്രോണിൻ്റെ കാര്യം എന്തായാലും ചീറ്റിപ്പോയി. അടുത്ത പരിപാടി നോക്കാം. ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നു. ഇനി അടുത്തൊരു ചെറിയൊരു കാറ്റാടിപ്പാടം കൂടെ ഉണ്ട് കേട്ടോ, ഈ പോകുന്ന വഴിക്ക് കേട്ടോ. അവിടെയും കൂടെ വേണം ജസ്റ്റ് ഒന്ന് കയറിയത്. കാറ്റ് തന്നെയല്ലേ? ഓക്കെ, അപ്പം ഒരു കാറ്റാടിപ്പാടം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കണ്ടിട്ട് പോവാം എന്നാണ് പറയുന്നത്. കുഴിയായിട്ട് കാണുന്ന തേനി, അത് മേഘമല. പിന്നെ അവിടെ ചെറിയൊരു ഗോൾഡൻ കളർ കാണുന്നില്ലേ? കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് തമിഴ്നാട്ടിലത്തെ മലനിരകൾ. ആ കാണുന്ന കുറത്തി മല, ഇത് രാമക്കൽമേട്. പിന്നെ ഇങ്ങോട്ടൊക്കെ അത് ആമപ്പാറ. ഈ സ്ട്രേറ്റ് കാണുന്നത് ആമപ്പാറ, ആമയുടെ ഷേപ്പുള്ള. ആ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതെ, എല്ലാം ഇവിടെ മേളിലും താഴെയൊക്കെ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അരുൺ പി ജോസ് എന്നാണ് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും കാണണം. ാണ് സിനിമയിലൊക്കെ പല അവസരങ്ങളും അതെല്ലാം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ഈ സിനിമയ്ക്കകത്തൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു പ്രശസ്തന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്ന 2 അയ്യോ. എന്തായാലും നല്ലൊരു സായാഹ്നമാണ്, അടിപൊളിയാണ്. കണ്ട ഈ ഒരു കളർ ടോൺ കണ്ടോ? ഇത് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് GoPro Maxലാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഡ്രോൺ പറത്താൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം പരിപാടി അവസാനിപ്പിച്ചു. ഇതാണ് ഡ്രോൺ സാരഥി. ആ ലീഫിന്റെ അത്രേ ഉള്ളൂ ഈ ഐറ്റം. ഇത് നമ്മുടെ മിൽഗോബായുടെ ഡ്രോണാണ്, മാവിക് മിനി. ഇത് നമ്മളുടെ പുള്ളിയുടെ ഡ്രോണാണ്. ആകെ മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ സാധനം. അരുൺ ബ്രോയുടെ ഡ്രോണ് DJ ഏതാണ്? മാവിക് പ്രോ ആണിത്. Pro 2. ഇത് പ്രൊഫഷണൽ ഡ്രോണാണ്. അതിൻ്റെ ഒരു ബാറ്ററിയുടെ അത്ര മാത്രമാണ് ഈ ഡ്രോൺ ഉള്ളത്. ഇത് നമുക്കൊന്ന് പൊക്കി നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളുടെ ഡ്രോൺ ഇതാണ്. നമുക്ക് ഇത് ഒന്ന് പറത്തി നോക്കാം. കുഞ്ഞൻ ഡ്രോൺ, ഇത്തിരി കുഞ്ഞൻ ഡ്രോൺ. ആശാനെ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ശിഷ്യൻ ഓക്കെ ആണോ? കുഴപ്പമില്ല, ഇപ്പം നല്ല ഇതാ. നമ്മൾ ആക്കി വിട്ടില്ലേ? അതുപോലെ വെറും 1 മണിക്കൂർ കൊണ്ടാണ്. 1 മണിക്കൂറോ? നമ്മളതിന് 10-20 മിനിറ്റ് ഉണ്ടല്ലോ. അതെ, 20 മിനിറ്റ് കൊണ്ട് ഒരാളെ ഡ്രോൺ പറപ്പിക്കാൻ പഠിപ്പിച്ച്. നേരത്തെ കണ്ടല്ലോ, ആദ്യം എടുത്ത സമയത്ത് ഷൂ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് ഈ സാധനം. പുള്ളിയുടെ ഡ്രൈവിംഗ് ശരിയല്ലായിരുന്നു. ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. പുള്ളിയുടെ വിഷലൊക്കെ ഇനി അടിപൊളി വിഷലൊക്കെ. അതെ, മാരക വിഷലൊക്കെ നമുക്കിനിയും കാണാം. ഡ്രോണിലെടുത്ത് അടിപൊളി സാധനങ്ങളൊക്കെ. കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. കാറ്റാടി മരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ചതുരംഗപ്പാറ എന്ന് പറയുന്നത് ഒരു സ്ഥലത്താണ്. ചതുരംഗപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ ശാന്തപ്പാറയ്ക്കൊക്കെ അടുത്താണ്. കട്ടപ്പനയ്ക്കും മൂന്നാറിനും ഒക്കെ ഇടയ്ക്കുള്ള ഒരു സ്ഥലം. ഗംഭീരമായിട്ടുള്ള ഒരു മനോഹര സ്പോട്ടാണ്. നല്ല കാറ്റാട്ടോ, സംസാരിക്കുന്നത് കിട്ടുന്നുണ്ട്. അത് കണ്ടോ, കാറ്റാടി വരെ നിൽക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ?
കാറ്റ് കാരണമാണ് ഈ ഡിക്കിയൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സംഭവം ചതുരംഗപ്പാറയിലൂടെ പോകുന്ന വഴി നമ്മൾ ആ ചെറിയൊരു ഓഫ് റോഡിങ് ഒക്കെ ചെയ്തു. 4x2 അത് 4x4 ആണെങ്കിൽ ആ വഴി എന്തായാലും കയറി പോകാൻ ഒരു ചള്ള പിടിച്ച ഒരു ചെറിയ റോഡാണ്. വലിയൊരു ഓഫ് റോഡിങ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഓഫ് റോഡാണ്. അപ്പോൾ അവിടെ വണ്ടി കയറി വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ടെൻഷനിൽ നമ്മളിനി വല്ല ക്രെയിൻ വല്ലതും വിളിക്കണം, അത് കയറ്റിക്കൊണ്ട് വരാമെന്നുള്ള ടെൻഷനിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നൈസായിട്ട് അത് കയറ്റിക്കൊണ്ട് വന്നു. അതിൻ്റെ ചെറിയ സൈഡിലുള്ള വിഷ്വൽസൊക്കെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇനി ബാക്കിയുള്ളത് ഈ ചതുരംഗപ്പാറയിലോട്ട് കയറുകയാണ്. അവിടെ ശരിക്കും വഴി കുത്തനെയുള്ള റോഡാണ്, അപ്പോൾ അതുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ സൈഡിൽ ഓരോരുത്തർ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഈ തമിഴ്നാടിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാനായിട്ട് കയറിയതാണ്. അജു പൊളിയല്ലേ? അടിപൊളി, പൊളി, രക്ഷയില്ല. ഭയങ്കര കാറ്റാണ്, സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ ഡിക്കി തുറന്നിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും കേൾക്കാൻ പറ്റുമെന്ന് സംശയം തന്നെയാണ്. അതെ 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 അതെ, ഗംഭീര വ്യൂ ആണ്. അപ്പൊ ആ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. സൂപ്പറാണ്, അടിപൊളി വ്യൂ അല്ലേ, രക്ഷയില്ല. ഗംഭീര കാഴ്ചയാണ്. താഴെ കാണുന്നത് മൊത്തം തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ കാഴ്ചയാണ് കാണുന്നത്. നല്ല വ്യൂ ആണ്, ഭയങ്കര കൂടും കേട്ടോ, രക്ഷയില്ല. ഇത്തരമുള്ള കേക്കാണ് വണ്ടിയുടെ താഴെ പൊളിയല്ലേ? എന്ത് മനോഹരം അല്ലേ? താഴെ കാണുന്ന തമിഴ്നാട്, ഇപ്പുറത്ത് കാണുന്ന ഇടുക്കി മലനിരകൾ. വരും സ്വാമികളെ, വരുമ്പോഴാണ് ശാന്തംപാറയോട് വിട പറയുകയാണ്. രാവിലെ ചതുരംഗപ്പാറ പോയി കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത്. ശാന്തംപാറയോട് വിട പറയാൻ വരട്ടെ, നമ്മൾ വഴി എങ്ങോട്ടാണെന്ന് നോക്കണം. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒന്ന് മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം. എനിക്ക് നോർത്ത് ഈസ്റ്റിലത്തെ ലഡാക്കിലെ വഴി മാത്രമേ അറിയത്തുള്ളൂ. ശരിയായിട്ടുള്ള വഴി കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ അമ്മച്ചി തന്നെയാണ് ശരണം. പക്ഷേ ഈ ഗൂഗിൾ ചേച്ചിയുടെ പഴയ പോലത്തെ ആ ഒരു ഫ്ലുവൻസി അവർക്കില്ല. ഇല്ല, നമുക്ക് അവരെ മലയാളം പഠിപ്പിച്ചാലോ? മലയാളം പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതോ? മലയാളം പറ്റും. ഗൂഗിൾ മാപ്പിൽ നമുക്ക് മലയാളം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലേക്ക് ഇത് മാറ്റാൻ പറ്റും. നിങ്ങൾ ഇടത്തേക്ക് തിരിയുക അങ്ങനെ പറയും. ആണോ? എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ ഇട്ട വഴി കുറച്ച് ഓഫ് റോഡിങ് ആണോ എന്നൊരു ഡൗട്ട്. നമുക്ക് വഴി, ഇതാണ് വഴി. എങ്ങനെയുണ്ട് വഴി? ഏലക്കാടുകളുടെ ഇടയിൽ കൂടെ. ഏകദേശം കറക്കമൊക്കെ അവസാനിച്ചു. തിരിച്ച് നമ്മളുടെ വീടുകളിലേക്ക് പോവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡിൽ ഞങ്ങൾ ശാന്തംപാറയിൽ പോയി, പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് ആ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ കാർ ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡിങ് റൈഡ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ്. പക്ഷെ പെർഫോമൻസ് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ക്രെയിം വിളിക്കേണ്ട വരുമോ എന്നുള്ള പേടിയായി. നമ്മളുടെ സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർ ബിജു അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചത് സെറ്റ് ചെയ്ത് കയറ്റി. നിർഭാഗ്യവശാൽ ആ ഒരു സംശയത്തിന്റെയും ഒരു പേടിയുടെയും പുറത്ത് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയും നല്ല നല്ല ഓഫ് റോഡിങ് കാഴ്ചകളൊക്കെ വരാൻ പോകുന്നുള്ളു മക്കളെ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു ബോംബ് പൊട്ടാനുണ്ട്. അതെ, അത് ഈ കൊറോണയുടെ വാക്സിൻ മൊത്തത്തിൽ ഒന്ന് പൊട്ടണം.
ആ വാക്സ് പൊട്ടുന്നതിന്റെ പുറകെ ഞങ്ങൾ ആ ബോംബ് പൊട്ടിക്കുന്നതായിരിക്കും. ഒരു ചെറിയ ട്രിപ്പ്. അതെ.